PSC Ground പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള അവസാന തയ്യാറെടുപ്പിലേക്ക് എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കുറേ വീഡിയോസ് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി 100% സിലബസ് ഓറിയന്റഡ് ആയിട്ട് 200 ഡേയ്സ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിച്ചു. എല്ലാം വിജയകരമായിട്ട് തന്നെ നടന്നു. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ സെറ്റ് ഓഫ് സീരീസ് മോക്ക് ടെസ്റ്റുകളും ചെയ്ത് തീർത്തു. ഇന്നത്തെ ക്ലാസ് നമ്മൾ മെഗാ മാരത്തോൺ ആണ്. അതായത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് PSCക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഇന്നത്തെ മെഗാ മാരത്തോൺ നടത്തുന്നത്. അപ്പൊ നാളെ നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഷുവർ കട്ട് ആയിട്ട് ഞാൻ പറയുന്നു, ഈ ഭാഗങ്ങളിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാവും. അത്ര സെലക്റ്റീവ് ആയിട്ടാണ് ഭാഗങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പൊ വീഡിയോ കംപ്ലീറ്റ് ആക്കി കാണുക. നാളെ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചു പോകുമ്പോൾ നാളെ എന്തായാലും പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് വരിക, അത് എഴുതാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ അത് കാരണം ഒരു പോയിന്റ് പോലും മിസ്സാക്കാതെ മുഴുവൻ പഠിച്ചു പോകാം കേട്ടോ. മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. 25 മോഡൽ എക്സാമിന് ആർക്കെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ വാട്സപ്പിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെയും 9-ാം തീയതി ഒക്കെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷയുള്ള എല്ലാ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് പഠിക്കാം മെഗാ മാരത്തോൺ. വീഡിയോയുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇത്രയും നാൾ എടുത്ത വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൂടി ഒന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആളുകള് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്കത് വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. കാരണം അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് മനസ്സിലാക്കുന്നവർ എന്താ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുകയും ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 5 തെങ്ങ് കലാപമാണ്. 5 തെങ്ങ് കലാപം എന്നാ നടന്നേ? ഈ വീഡിയോയുടെ ഒപ്പം ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ എല്ലാ പോയിന്റും പഠിച്ചു പോകണം കേട്ടോ. അറിയാവുന്നവരുണ്ടെങ്കിൽ റിവിഷൻ ആയിട്ട് എടുക്കുക, അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ചു പോവുക കേട്ടോ. 5 തെങ്ങ് കലാപം. ഫസ്റ്റ് 5 തെങ്ങ് കലാപമാണ്. 1697 എന്ത് നടക്കുന്നത്? 5 തെങ്ങ് കലാപം നടക്കുന്നത്. 5 തെങ്ങ് കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാര് കുരുമുളകിന്റെ വ്യാപക കുത്തക സ്വന്തമാക്കിയതാണ്. അതായത് ബ്രിട്ടീഷുകാര് 1695 ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ഉമയമ്മ റാണിയുടെ സഹായത്തോടെ 5 തെങ്ങിൽ ഒരു കോട്ട പണി കഴിപ്പിക്കുന്നു. അതായത് ഒരു കുരുമുളകിന്റെ പണ്ടകശാല പണി കഴിപ്പിക്കുന്നു. ഇങ്ങനെ പണി കഴിപ്പിച്ച ബ്രിട്ടീഷുകാർ പതുക്കെ ഈ ഒരു കുരുമുളകിന്റെ വ്യാപക കുത്തക അല്ലെങ്കിൽ വില നിയന്ത്രണം സ്വന്തമാക്കുകയും അത് കർഷകരെ വല്ലാത്ത രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്തു. ഇതിനെതിരെ ബ്രിട്ടീഷുകാരും കർഷകരും തമ്മിൽ 1697 5 തെങ്ങിൽ നടന്ന കലാപമാണേത്? നമ്മുടെ 5 തെങ്ങ് കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം എന്താ? 5 തെങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ തന്നെ പഠിച്ചേ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് എന്ത്? 5 തെങ്ങ് കലാപം. എന്നാ നടന്നേ? 1697. എന്നാ 1697. ഇനി മാറിപ്പോവോ? ഒരിക്കലും മാറിപ്പോവരുത് കേട്ടോ. ഇനി ബ്രിട്ടീഷുകാർക്ക് 5 തെങ്ങിൽ കോട്ട പണി കഴിപ്പിക്കാൻ അനുമതി നൽകിയത് ആരാ? ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയാണ്. എവിടെയാണ് ഈ 5 തെങ്ങ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ് 5 തെങ്ങുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോ കേരളത്തില് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം 1697 5 തെങ്ങ് കലാപമാണ്. നെക്സ്റ്റ് വൺ ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം എന്നാ നടന്നേ? 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. എന്താണ് ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രത്യേകത? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? നമ്മുടെ ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആരായിരുന്നു? ആദിത്യവർമ്മയായിരുന്നു. അപ്പൊ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആരാ? ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപം നടന്ന എന്ന വർഷം ഏതാ? സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. 1721 ഏപ്രിൽ 15. ഇപ്പൊ തന്നെ പഠിച്ചേ. 1721 ഏപ്രിൽ 15. 5 തെങ്ങ് കലാപത്തിന്റെ പ്രത്യേകത എന്താ? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം 1697. ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രത്യേകത എന്താ? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം. എന്നാ നടന്നേ? 1721 ഏപ്രിൽ 15. എന്നാ 1721 ഏപ്രിൽ 15. ഇനി പഴശ്ശിരാജയെ കുറിച്ച് നോക്കാം. പഴശ്ശിരാജയുടെ യഥാർത്ഥ പേരെന്താ? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. എന്താ? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ രാജവംശം കോട്ടയം രാജവംശമാണ് അല്ലെ. പഴശ്ശിരാജയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1793 മുതൽ 1805 വരെയാണ് അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായ യുദ്ധമായിരുന്നത് പഴശ്ശി യുദ്ധം എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തി ആർജിച്ച യുദ്ധം ഏതായിരുന്നു? പഴശ്ശി യുദ്ധമായിരുന്നു. പൈച്ചി രാജയെന്നും കൊട്ടിയോട്ട് രാജയെന്നും ബ്രിട്ടീഷ് രേഖകളിൽ വിളിച്ചിരുന്ന രാജാവാണ് കേട്ടോ പഴശ്ശി രാജ. പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നൊക്കെ ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്ന രാജാവ് ആരാണ്?
പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ചെയ്യാനുള്ള കാരണം കോട്ടയം പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിനുമേൽ അവകാശവാദം ഉന്നയിച്ചതുമാണ് കേട്ടോ. ആ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജാവ് ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള കാരണം എന്താ? കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിനുമേല് അവകാശവാദം ഉന്നയിച്ചതും കൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജാവ് തിരിഞ്ഞത്. അല്ലാത്ത പക്ഷം അങ്ങനെ ഒരു ബ്രിട്ടീഷുകാർ അത്രയും അനുകൂലമായിട്ട് പഴശ്ശിരാജാവ് എന്താണ് നികുതി പിരിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഒരിക്കലും വയനാടിന് മേല് ബ്രിട്ടീഷുകാരെ ആധിപത്യത്തിന് ശ്രമിക്കാതിരുന്നെങ്കിൽ ഒരു പക്ഷെ പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധത്തിന് പോവില്ലായിരുന്നു. ഇത് രണ്ടും ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ പഴശ്ശിരാജാവിനെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ്. അതിൽ ഒന്നാം പഴശ്ശി വിപ്ലവം. എന്നാ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നേ? ഇപ്പൊ തന്നെ പഠിച്ചോണം. 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നിട്ടുള്ളത്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാ? പുരളിമലയാ. പുരളിമല എവിടെയാ? കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. എവിടെയാണ് പുരളിമല? കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ്. അപ്പൊ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർക്കിടയും അതുപോലെ പഴശ്ശിരാജാവിന്റെ ഇടനിലക്കാരനായിട്ട് നിന്നത് ആരാ? ചിറക്കൽ രാജാവാണ് കേട്ടോ. ബോംബെ ഗവർണറായി ജോനാഥൻ ഡങ്കനാണ് പഴശ്ശിരാജാവുമായി സന്ധിയിൽ ഏർപ്പെട്ടത്. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം വരുന്നു. അപ്പൊ ഒന്നാം പഴശ്ശി വിപ്ലവം വരുന്നു, അങ്ങനെ അത് സന്ധിയിൽ ഏർപ്പെട്ട് അത് പതുക്കെ അതങ്ങ് അവസാനിച്ചു പോകുന്നു. പിന്നീട് 1800-നും 1805-നും രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നു. അപ്പൊ ഒന്നാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം കൊണ്ടായിരുന്നെങ്കിൽ രണ്ടാം പഴശ്ശി വിപ്ലവം എന്തിനു കാരണമായി? ബ്രിട്ടീഷുകാര് വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അത് വയനാട്ടിലേക്ക് പതുക്കെ ഒന്ന് ആധിപത്യം ശ്രമിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ആദ്യം നോക്കിയെങ്കിലും ഈ 1800, 1805 കാലഘട്ടങ്ങളിൽ വയനാടിന്റെ മുഴുവൻ ആധിപത്യവും ബ്രിട്ടീഷിന്റെ കീഴിലേക്ക് കൊണ്ടുവരാനായിട്ട് ആര് ശ്രമിക്കുന്നു? രണ്ടാം പഴശ്ശി വിപ്ലവ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ശ്രമിക്കുകയും അങ്ങനെ പഴശ്ശി രാജാവ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയും അതുപോലെ തന്നെ നാലാം മൈസൂർ യുദ്ധവും എന്തിലേക്ക് നയിക്കപ്പെട്ടു? രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണമായിട്ട് നയിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് കേട്ടോ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് പഴശ്ശി സൈന്യത്തെ നയിച്ചവരാരൊക്കെയാണ്? ഇത് വേണ്ട സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ, എന്താണ് പള്ളൂർ എമൻ ഇവരൊക്കെ എന്താണ് ഈ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പഴശ്ശി സൈന്യത്തെ നയിച്ചവരാണ്. ആരൊക്കെയാണ്? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ, പള്ളൂർ ഏമൻ നായർ എന്നിവരൊക്കെ ഈ പഴശ്ശി സൈന്യത്തെ നയിച്ച പ്രധാനപ്പെട്ട വ്യക്തികളാണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് പഴശ്ശി രാജാവിനെ സഹായിച്ച കുറിച്യരുടെ നേതാവ് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ആരാ? തലക്കൽ ചന്തു. രണ്ടാം പഴശ്ശി വിപ്ലവത്തില് പഴശ്ശി രാജാവിനെ സഹായിച്ച കുറിച്യരുടെ നേതാവ് തലക്കൽ ചന്തു ആണ്. എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു എന്നിവര് പനമരം കോട്ട പിടിച്ചെടുത്തത് എന്നാ 1802. എന്നാ 1802. കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായത്തോടെ പഴശ്ശി ഗൊറില്ല യുദ്ധം നടത്തിയത് വയനാട് കുന്നുകളിൽ വെച്ചിട്ടാണ്. അപ്പൊ ആരുടെല്ലാം സഹായത്തോടെയാണ് പഴശ്ശി രാജാവ് ഗൊറില്ല യുദ്ധം നടത്തിയത്? ആരുടെ സഹായത്തോടെയാ? കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായത്തോടെയാണ് 1802 വെച്ചിട്ട് സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്ത് കുറിച്യരും കുറുമ്പരുടെ സഹായത്തോടെ ഗൊറില്ല യുദ്ധം. ഗൊറില്ല യുദ്ധം ആരുമായി ബന്ധപ്പെട്ടതാ? പഴശ്ശി രാജാവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക കേട്ടോ. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരായിരുന്നു? ആർതർ വെല്ലസി. ആർതർ വെല്ലസി ആയിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള മേധാവി. തന്നെ പഠിക്കണോട്ട്, അറിയാത്തവർ പഠിച്ചു പോവുക. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരി സബ് കളക്ടർ ആരാണ്? തോമസ് ഹാർവേ ബാബർ ആണ്. തോമസ് ഹാർവേ ബാബർ ആണ് രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കുറിച്യ കലാപമാണ് കേട്ടോ. കുറിച്യ കലാപം അല്ലെങ്കിൽ കുറിച്യ ലഹള എന്നൊക്കെ പറയുന്നത് എന്നാ നടന്നേ? 1812 വയനാട് ജില്ലയിലാണ് കുറിച്യ കലാപം നടക്കുന്നത്. കുറിച്യ കലാപത്തിന്റെ പ്രധാന കാരണം ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പൊ കുറിച്യ കലാപത്തിന് കാരണം എന്താ? കുറിച്യ കലാപത്തിന് പ്രധാന കാരണം ഗോത്രവർഗക്കാരായിട്ടുള്ള കുറിച്യരുടെയും കുറുമ്പരുടെയും മേല് ബ്രിട്ടീഷുകാര് അമിതമായിട്ടുള്ള നികുതി ചുമത്തിയതാണ് കുറിച്യ കലാപത്തെ കുറിച്ച് നടന്നത്.
1812 വയനാട് ജില്ലയിലാണിത് നടക്കുന്നത്. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? നികുതി ഏർപ്പെടുത്തിയത് തോമസ് വാർഡൻ ആണ് നികുതി ഏർപ്പെടുത്തിയത്. കുറിച്യരുടെ നേതാവ് രാമൻ നമ്പിയായിരുന്നു കേട്ടോ. രാമൻ നമ്പിയായിരുന്നു നേതാവ്. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡൻ ആണെന്ന് കൂടി ഓർക്കുക കേട്ടോ. കുറിച്യ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ മറ്റുള്ളവർ: ആയിരം വീട്ടിൽ കോന്തപ്പൻ, വെൺകലോൺ കേളു എന്നിവരാണ് എന്ത് ചെയ്തത്? കുറിച്യ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. കുറിച്യ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയാ? ആയിരം വീട്ടിൽ കോന്തപ്പനും കേലൻ കേളുവുമാണ് കുറിച്യ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. കുറിച്യ ലഹളയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. എന്തായിരുന്നു? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അറിയാത്തൊരു ഇപ്പൊ തന്നെ പഠിച്ച എന്താ കുറിച്യ കലാപത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. 1812 മെയ് 8-നാണ് എന്ത് നടക്കുന്നത്? കുറിച്യ കലാപം നടക്കുന്നത്. എന്നാ 1812 മെയ് 8-നാണ് കുറിച്യ കലാപം നടക്കുന്നത്. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ് കേട്ടോ. അപ്പൊ ആരാണ് കുറിച്യരുടെ ജീവിതവും എന്താണ് സംസ്കാരവും എന്ന് പറയുന്ന പുസ്തകം രചിച്ചത്? കുമാരൻ വയലേരി ആണെന്ന് ഓർക്കുക. അടുത്തത് മലബാർ കലാപമാണ്. എന്നാ മലബാർ കലാപം നടന്നേ? 1921-ലാണ് മലബാർ കലാപം നടക്കുന്നത്. മലബാർ കലാപം എവിടേക്ക് നടന്നത്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിൽ മലബാറിലെ കർഷകരെ മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടങ്ങളാണ് ഏത്? മലബാർ കലാപം എന്ന് വിളിക്കുന്നത്. മലബാർ കലാപം എന്നാ നടന്നേ? 1921-ലാണ് മലബാർ കലാപം നടക്കുന്നത്. 1836 മുതൽ ചെറുതും വലുതുമായ ഒട്ടനവധി മാപ്പിള കലാപങ്ങൾ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടു. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് ഏത്? മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള കേട്ടോ. അപ്പൊ ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ചോദിക്കുവാണെങ്കിൽ അത് ഏതാണ്? മലബാർ കലാപം. മലബാർ കലാപം തന്നെയാണ് എന്തെന്നും വിളിക്കുന്നത്? മാപ്പിള ലഹള എന്നും വിളിക്കുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തപ്പെട്ടതോടെ മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്തായിരുന്നു? മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്താ? വേണേ ചോദിക്കാം. എന്താ? പൂക്കോട്ടൂർ യുദ്ധം. എന്താ? പൂക്കോട്ടൂർ യുദ്ധമായിരുന്നു. മലബാറിലെ മാപ്പിള ലഹളയുടെ അടിസ്ഥാന കാരണം ജന്മിത്തമുള്ള ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടർ ആയിരുന്നു ആര്? വില്യം ലോഗൻ. അപ്പൊ വില്യം ലോഗൻ ആയിരുന്നു മലബാറിലെ മാപ്പിള ലഹളയുടെ പ്രസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയത്. മലബാർ കലാപം ആരംഭിച്ചതെന്നാ? 1921-ലാണ് മലബാർ കലാപം ആരംഭിക്കുന്നത്. പൂക്കോട്ടിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. എന്നാൽ പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാ? 1921-ലാണ്. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടിയാണ് കേട്ടോ. മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതാ? തിരൂരങ്ങാടി. ഇപ്പൊ തന്നെ പഠിച്ച മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതാ? തിരൂരങ്ങാടി ആണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ മലയാളി മെമ്മോറിയൽ ആണ്. മലയാളി മെമ്മോറിയൽ എന്നാ വന്നേ? 1891. എന്നാ 1891. തിരുവിതാംകൂറിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ജനങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണമെന്ന ആശയത്തോടെ തിരുവിതാംകൂറിലെ ജനങ്ങൾ സമർപ്പിച്ച നിവേദനമാണ് ഏത്? മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയ വ്യക്തി ബാരിസ്റ്റർ GP പിള്ള. ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? മലയാളി തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ഗവൺമെന്റ് സർവീസുകളിൽ ജോലി വേണമെന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കപ്പെട്ടതാണ് മലയാളി മെമ്മോറിയൽ. ബാരിസ്റ്റർ GP പിള്ളയാണ് മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയത്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്? ശ്രീമൂലം തിരുനാളിന്. ആർക്കാണ്? ശ്രീമൂലം തിരുനാളിന്. സമർപ്പിച്ച വർഷം 1891 ജനുവരി 1. ഇപ്പൊ തന്നെ പഠിച്ചേ. 1891 ജനുവരി 1-നാണ് ശ്രീമൂലം തിരുനാളിന് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത്. മലയാളി മെമ്മോറിയൽ ആദ്യമായി ഒപ്പുവെച്ചത് ആരാണ്? KP ശങ്കരമേനോൻ. ആരാണ്? KP ശങ്കരമേനോനാണ് ആദ്യമായിട്ട് ഒപ്പുവെക്കുന്നത്. അടുത്തത് ഈഴവ മെമ്മോറിയൽ ആണ്. തിരുവിതാംകൂർ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനമാണ് ഏത്? ഈഴവ മെമ്മോറിയൽ. അപ്പൊ മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറുകാർക്ക് സർക്കാർ ജോലികളിൽ പ്രാതിനിധ്യം നൽകുന്നതിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണെങ്കിൽ ഈഴവ മെമ്മോറിയൽ തിരുവിതാംകൂറിലെ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ എന്താ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനമാണ്. ഈഴവ മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ആരാ? ഡോക്ടർ പൽപ്പു ആണ്. ആരാണ്? ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് എന്നാ? 1896 സെപ്റ്റംബർ 3. വേണമെങ്കിൽ ചേരുംപടി ചേർക്കാൻ ചോദിക്കാം കേട്ടോ. ഈഴവ മെമ്മോറിയലും മലയാളി മെമ്മോറിയലും മലബാർ കലാപം ഒക്കെ വേണമെങ്കിൽ ചേരുംപടി ചേർക്കാൻ ചോദിക്കാം വർഷമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം എന്നാ? 1896 സെപ്റ്റംബർ 3. 1896 സെപ്റ്റംബർ 3. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ശങ്കര സുബയ്യ ആയിരുന്നു. ആരായിരുന്നു ദിവാൻ? ശങ്കര സുബയ്യ ആയിരുന്നു ദിവാൻ എന്ന് പറയുന്നത്. ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ചിട്ട് എണ്ണം എത്രയാ?
13,176. 13,176 ഒപ്പുവെച്ചവരുടെ എണ്ണം. രണ്ടാം ഈഴ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാ? കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവിന് 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. രണ്ടാം ഈഴവ മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. ആരാണ് നേതൃത്വം നൽകിയത്? ഡോക്ടർ പൽപ്പു ആണ് നേതൃത്വം നൽകിയെന്ന് ഓർക്കുക കേട്ടോ. ഇനി വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം നടന്നത് എന്നാ? 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഇന്ത്യയില് അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന്, എന്തിനു വേണ്ടിയിട്ടാണ് വൈക്കം സത്യാഗ്രഹം നടന്നേ? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. എന്ന് ഇപ്പൊ തന്നെ പഠിച്ചോളണം. 1924 മാർച്ച് 30. 1924 മാർച്ച് 30. ഉറപ്പായിട്ട് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഡേറ്റ് സഹിതം പഠിക്കുക. 1924 മാർച്ച് 30. ആരൊക്കെയാണ് ഈ സത്യാഗ്രഹം ആരംഭിച്ചത്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. പുലയ, ഈഴവ, നായർ സമുദായങ്ങളിലെ വ്യക്തികൾ 3 പേര് ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്? 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അയിത്തത്തിനെതിരെ TK മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം. എപ്പോഴും പ്രീവിയസ് ഇയർ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. നമ്മുടെ എന്താണ് TK മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാ? കാക്കിനട സമ്മേളനം. ഏത് വർഷം? 1923. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയായിരുന്നു? TK മാധവനും KP കേശവ മേനോനും. ആരൊക്കെയാ? TK മാധവനും KP കേശവ മേനോനും. മറ്റു നേതാക്കൾ ആരൊക്കെയാ? CV കുഞ്ഞിരാമൻ, K കേളപ്പൻ, മന്നത്തു പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കാരൂർ നീലകണ്ഠ പിള്ള. മറ്റു നേതാക്കൾ ആരൊക്കെയാ? CV കുഞ്ഞിരാമൻ, K കേളപ്പൻ, മന്നത്തു പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കാരൂർ നീലകണ്ഠ പിള്ള എന്നിവയൊക്കെയാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ മഠം വെല്ലൂർ മഠമാണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹ ആശ്രിതമായിട്ട്, അതായത് വൈക്കം സത്യാഗ്രഹ സമയത്ത് കുറെ ആളുകളൊക്കെ അവിടെ പോയി താമസിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് ഉപയോഗിച്ചിരുന്ന മഠം വെല്ലൂർ മഠമാണ്. വെല്ലൂർ മഠം എവിടെയാ? ഈ വൈക്കത്ത് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയാണ്. ഈ ME നായിഡുവിന്റെയും വസതിയിൽ ചേർന്ന യോഗത്തിൽ ശുചീന്ദ്ര സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് M സുബ്രഹ്മണ്യ പിള്ളയാണ് കേട്ടോ. സെക്രട്ടറി ME നായിഡു ആയിരുന്നു. ട്രഷറർ H പെരുമാൾ പണിക്കർ ആയിരുന്നു. പബ്ലിസിറ്റി ഓഫീസർ PC താണുമലയ പെരുമാൾ. വോളണ്ടിയർ ക്യാപ്റ്റൻ C മുത്തുസ്വാമി. അതുപോലെ ഗാന്ധിദാസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കേട്ടോ മുത്തുസ്വാമി. അപ്പൊ ME നായിഡുവിന്റെ വസതിയിൽ ചേർന്ന യോഗത്തില് ശുചീന്ദ്ര സത്യാഗ്രഹ കമ്മിറ്റി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? M സുബ്രഹ്മണ്യ പിള്ള. ആരാണ്? M സുബ്രഹ്മണ്യ പിള്ള. സെക്രട്ടറി ME നായിഡു ആയിരുന്നു. ട്രഷറർ H പെരുമാൾ പണിക്കർ. ആരാ? H പെരുമാൾ പണിക്കർ. പബ്ലിസിറ്റി ഓഫീസർ ആരാ? PC താണുമലയ പെരുമാൾ. ആരാ? PC താണുമലയ പെരുമാൾ. വോളണ്ടിയർ ക്യാപ്റ്റൻ C മുത്തുസ്വാമിയാണ്. ഗാന്ധിദാസ് എന്നാണ് ആരറിയപ്പെടുന്നത്? C മുത്തുസ്വാമി അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. 1931 എന്ത് നടക്കുന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ജനഹിത പരിശോധന. ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടന്നിട്ടുള്ളത്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാ? 1931 നവംബർ 1. മറ്റൊന്ന് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം എന്നാ? 1932. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ് ഏത്? നിവർത്തന പ്രക്ഷോഭം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭം. ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യ ആനുപാതികമായി നിയമസഭ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യ ആനുപാതികമായി സഭ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭമാണേത്? നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിൽ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാ? സംയുക്ത രാഷ്ട്രീയ സമിതി. ഏതാ? സംയുക്ത രാഷ്ട്രീയ സമിതിയാണ്. ക്രിസ്ത്യൻ, ഈഴവ, മുസ്ലിം സമുദായത്തിലെ പ്രതിനിധികൾ ചേർന്ന് രൂപം നൽകിയ സംയുക്ത രാഷ്ട്രീയ സമിതി നിലവിൽ വന്നത് എന്നാ? 1932 ഡിസംബർ 17 കേട്ടോ. തിരുവിതാംകൂർ രാജാവായ ശ്രീ ചിത്തിര പെരുന്നാളിന് സംയുക്ത രാഷ്ട്രീയ സമിതി മെമ്മോറിയൽ സമർപ്പിച്ചത് എന്നാ? 1933 എന്ന് സമർപ്പിക്കപ്പെട്ടത് 1933. നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാ? NV ജോസഫ്, C കേശവൻ, TM വർഗീസ്, PK കുഞ്ഞ്, CV കുഞ്ഞിരാമൻ, അബ്ദുറഹിമാൻ സാഹിബ് എന്നിവയൊക്കെയാണ് നിവർത്തന പ്രക്ഷോഭത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ട് വരുന്നത് കേട്ടോ. നിവർത്തനം എന്ന വാക്ക് നിർദ്ദേശിച്ച ആരാ? IC ചാക്കോയാണ്. IC ചാക്കോയാണ് നിവർത്തനം എന്ന് പറയുന്ന വാക്ക് നിർദ്ദേശിച്ചത്. അപ്പോ തിരുവിതാംകൂർ രാജാവായ ശ്രീ ചിത്തിര തിരുനാളിന് സംയുക്ത രാഷ്ട്രീയ സമിതി മെമ്മോറിയൽ സമർപ്പിച്ചത് എന്നാ?
1933 ആരൊക്കെയാണ് പ്രധാന നേതാക്കള്? NV ജോസഫ്, C കേശവൻ, TM വർഗീസ്, PK കുഞ്ഞ്, CV കുഞ്ഞിരാമൻ, അബ്ദുറഹിമാൻ സാഹിബ് എന്നിവരൊക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. നിവർത്തനം എന്ന വാക്ക് നിർദ്ദേശിച്ചത് IC ചാക്കോയാണ്. നിവർത്തന പ്രക്ഷോഭം ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാ? C കേശവനാണ് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണം നിവർത്തന പ്രക്ഷോഭമാണ് കേട്ടോ. അപ്പൊ PSC ഒക്കെ രൂപീകൃതമായത് എന്തുമായി ബന്ധപ്പെട്ടിട്ടാ? നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതായിട്ടാണെന്ന് ഓർക്കണം കേട്ടോ. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ടത് എന്നാ? 1936 ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ട് എന്തുമായി ബന്ധപ്പെട്ട? നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് ഓർക്കുക. അടുത്തത് ചമ്പാരൻ സത്യാഗ്രഹമാണ് 1917. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണ് ഇത്? ചമ്പാരൻ സത്യാഗ്രഹം. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം നടന്നത് എന്നാ? 1917. എന്നാ? 1917. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ ആണ്. എവിടെ സ്ഥിതി ചെയ്യുന്നേ? ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ഏത്? ചമ്പാരൻ സത്യാഗ്രഹം. നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭം ചമ്പാരൻ സത്യാഗ്രഹമാണ്. എന്താണ്? തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം. തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാ? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ലെ. രാജ്കുമാർ ശുക്ലെ ആയിരുന്നു ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ഇന്ത്യ ആചരിച്ചതെന്ന 2017. കഴിഞ്ഞ PSCയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യമായിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമായിരുന്നു, ഓർക്കുന്നുണ്ടോ? ചമ്പാരൻ സത്യാഗ്രഹം 100ാം വാർഷികം ആഘോഷിച്ചത് ഏത് വർഷമാണെന്ന്? ഏത് വർഷം? 2017 കേട്ടോ ആഘോഷിച്ചത്. അടുത്തത് അപ്പൊ എന്താ പ്രത്യേകത? മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം എന്ന നടന്നേ ബീഹാറിൽ 1917. നെക്സ്റ്റ് വൺ അഹമ്മദാബാദ് മിൽ സമരമാണ്. അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം 1918 ഗാന്ധിജിയുടെ നേതൃത്വം നടന്ന ആദ്യത്തെ നിരാഹാര സമരം. ആദ്യത്തെ സമരം ചോദിക്കുവാണെങ്കിൽ ചമ്പാരനാണ്. ആദ്യത്തെ നിരാഹാര സമരം, നിരാഹാരം എന്ന് പറഞ്ഞ വാക്ക് കടന്നു വരുവാണെങ്കിൽ അത് ഏതാ? അഹമ്മദാബാദ് മിൽ സമരമാണ് കേട്ടോ. അഹമ്മദാബാദ് മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് ഏത്? അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത് ഓർക്കുക കേട്ടോ. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താന്റെ അധികാരങ്ങൾ ബ്രിട്ടൻ പരിമിതപ്പെടുത്തിയതിനെ പ്രതിഷേധിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ രൂപം നൽകിയ സംഘടനയാണ് ഏത്? ഖിലാഫത്ത് പ്രസ്ഥാനം. അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനം വരുന്ന എന്നാ? 1919-20 കാലഘട്ടങ്ങളിൽ ആണ് ഖിലാഫത്ത് പ്രസ്ഥാനം വരുന്നതെന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താന്റെ അധികാരങ്ങൾ ബ്രിട്ടൻ പരിമിതിപ്പെടുത്തിയതിന് പ്രതിഷേധിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ രൂപം നൽകിയ സംഘടനയാണ് ഏത്? ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്ന എന്നാ? 1919 നവംബറിലാണ്. 1919 ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന്റെ വേദി എവിടെയാ? അഖിലേന്ത്യ ഖിലാഫത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വേദി എന്ന് പറയുന്നത് എവിടെയാ? ഡൽഹിയിലാണ് കേട്ടോ. എവിടെയാണ്? ഡൽഹിയിലാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ, റസ്ത് മൊഹാനി എന്നിവരാണ് എന്തിനാ പ്രധാനപ്പെട്ട സ്ഥാപകര്? മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ, റസ്ത് മൊഹാനി എന്നിവരൊക്കെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരാ? ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി. ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതാ? മലബാർ കലാപമാണ് കേട്ടോ. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതാ? മലബാർ കലാപം. എന്നാ പറഞ്ഞേ? 1921 ഖിലാഫത്ത് പ്രസ്ഥാനം ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിക്കുന്നത് 1920 അപ്പൊ ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനം എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാ? ഇപ്പൊ തന്നെ പഠിച്ചോളണം, ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കുന്നത് ഖിലാഫത്ത് കോൺഗ്രസ് തീരുമാനിച്ചതെന്നാ? 1919 ഒക്ടോബർ 17 അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് കേട്ടോ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാ? 1919 ഏപ്രിൽ 13. എന്നാ? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ദുരന്തം നടക്കുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാ? റൗലറ്റ് നിയമം. എന്താണ് റൗലറ്റ് നിയമം എന്ന് പറയുന്നത്? ഏതൊരു ഇന്ത്യക്കാരനെയും
എന്താ ആ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ബ്രിട്ടീഷുകാർക്ക് തോന്നുവാണ് അവൻ പ്രശ്നക്കാരനാണ്, എന്നാ പിന്നെ ഉടനെ തന്നെ നിന്നെ അറസ്റ്റ് ചെയ്ത് പറഞ്ഞ് കൊണ്ടുപോകാം. എന്തിനു വേണ്ടി അറസ്റ്റ് ചെയ്തെന്നോ ഒന്നും പറയാനുള്ള അധികാരവും ഇല്ല, നമുക്ക് ഒന്നിനുള്ള അവകാശമില്ല. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ കൊണ്ടുപോയത് തന്നെ, പിന്നെ അവരെ ജയിലിൽ വെക്കുന്നത് കാണാൻ സാധിക്കും. അത്തരത്തിൽ കൊണ്ടൊരു കരിനിയമമാണ് ഏത് റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. അതിൽ 19 ഈ ഒരു എന്തുണ്ടാകുന്നത് റൗലറ്റ് നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നത്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്ന എവിടെയാ? പഞ്ചാബിലെ അമൃതസർ. അപ്പൊ ഈ ഒരു റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉണ്ടാകുന്നു. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് എവിടെയാ? പഞ്ചാബിലെ അമൃതസറിലാണ്. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് സൈഫുദ്ദീൻ കിച്ചിലു, ഡോക്ടർ സത്യപാൽ എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഡോക്ടർ സത്യപാൽ, സൈഫുദ്ദീൻ കിച്ചിലു എന്നിവരെ അറസ്റ്റ് ചെയ്തത് 1919 ഏപ്രിൽ 10 എന്നാ 1919 ഏപ്രിൽ 10. അവരുടെ അറസ്റ്റിനെ പ്രതിഷേധിക്കാനാണ് 19 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ജനങ്ങൾ തടിച്ചുകൂടിയത്. സൈഫുദ്ദീൻ കിച്ചിലുവിന്റെ ഡോക്ടർ സത്യപാലിന്റെ. അതായത് നമുക്കറിയാം റൗലറ്റ് നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിനിയമമാണ്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്നാണ് ആ നിയമം വരുന്നത്. അപ്പം സൈഫുദ്ദീൻ കിച്ചിലുവിനെയും ഡോക്ടർ സത്യപാലിനെയും റൗലറ്റ് ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത പ്രചരിക്കുകയും അതിന്റെ പശ്ചാത്തലത്തില് കുറെ ആളുകള് പഞ്ചാബിലെ അമൃതസറില് കൂട്ടമായിട്ട് വന്നുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് എന്താണ് ഇങ്ങനെ പ്രതിഷേധം അർപ്പിച്ചുകൊണ്ട് പോയി. നമ്മുടെ ഈ എന്താണ് രാഷ്ട്രീയക്കാരൊക്കെ പ്രതിഷേധിക്കുന്ന സിന്ദാബാദ് കൊളിച്ചുകൊണ്ട് പോകുന്നല്ലേ, അതുപോലെ ഇവർ കുറെ സൈഫുദ്ദീൻ കിച്ചിലുവിനെയും സത്യപാലിനെയും അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത പ്രചരിച്ചതോടുകൂടി ആളുകൾ സംഘടിതമായിട്ട് കൂടുകയും ബ്രിട്ടീഷുകാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പഞ്ചാബിലെ അമൃതസറിൽ ഒരു സ്റ്റേഡിയത്തിൽ ഒത്തുകൂടുകയും ചെയ്തു. ഇവിടെ വെച്ച് ബ്രിട്ടീഷുകാര് മൈക്കിൾ ഒ ഡയറിന്റെ നേതൃത്വത്തിൽ കുറെ ബ്രിട്ടീഷുകാര് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുകയും തോക്കുമായി പിടിച്ചു നിൽക്കുകയും ചെയ്തു. മൈക്കിൾ ഒ ഡയർ ഫയർ എന്ന് മുദ്രാവാക്യം, അതായത് എന്താണ് ആഹ്വാനം ചെയ്യുകയും അതിന് പ്രകാരം ബ്രിട്ടീഷുകാർ കൂടി നിന്ന മുഴുവൻ ആളുകളിലേക്ക് നിറവൊഴിക്കുകയും ചെയ്തു. രേഖകൾ പ്രകാരം 350 പരം ആളുകൾ മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് മുകളിലുള്ള ആളുകൾ അന്നത്തെ ഒരു വെടിവെപ്പില് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ മൈക്കിൾ ഒ ഡയർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്തത്? ഈ ഫയർ എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തത്. ഈ ജാലിയൻ വാലാബാഗ്, ശരിക്കും പറഞ്ഞ ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തും. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കുരുതിയിൽ നേരിട്ട് കണ്ട വ്യക്തിയായിരുന്നു ഉധം സിംഗ് എന്ന് പറയുന്നത്. ഉധം സിംഗ് വളരെ കുട്ടിയായിരുന്നപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല മൈക്കിൾ ഒ ഡയർ വിളിച്ചു പറയുന്നതും ഒക്കെ തന്റെ കുഞ്ഞു കണ്ണിലൂടെ ഉധം സിംഗ് കാണുകയുണ്ടായി. അന്ന് മുതൽ ഉധം സിംഗ് ഈ മൈക്കിൾ ഒ ഡയറിനെ എങ്ങനെയെങ്കിലും വധിക്കണമെന്ന് ആ ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വരികയും അങ്ങനെ ഉധം സിംഗ് വലുതായി മൈക്കിൾ ഒ ഡയറിനെ അദ്ദേഹം വധിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ മൈക്കിൾ ഉധം സിംഗ് വധിച്ചത് 1940 മാർച്ച് 13 ഉധം സിംഗ് മൈക്കിൾ ഒ ഡയറിനെ വധിക്കുന്നത്. മൈക്കിൾ ഒ ഡയറിനെ ഉധം സിംഗ് വധിച്ചതോടുകൂടി ഉധം സിംഗിനെ തൂക്കിക്കൊല്ലുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത് കേട്ടോ. ഇനി ചൗരി ചൗര സംഭവമാണ്. 1922 ഈ ചൗരി ചൗര സംഭവം നടക്കുന്നത്. 1922 ഫെബ്രുവരി 5 സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാര് എന്താണ് വളരെ രീതിയിൽ ഈ ഒരു ഇന്ത്യൻ പൗരന്മാരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉയർന്നു വരികയും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിസ്സഹരണ പ്രസ്ഥാനമൊക്കെ ആരംഭിച്ച ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് കുറെ ആളുകൾ ചേർന്നിട്ട് ഈ സമരായുധകൾ ചേർന്നിട്ട് എന്ത് ചെയ്തു? ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും അവിടുത്തെ 22ഓളം പോലീസുകാരെ തീയിട്ട് കൊല്ലുകയും ചെയ്തു. ആ ഒരു സംഭവമാണ് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത് കേട്ടോ. ചൗരി ചൗര ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ചൗരി ചൗര സംഭവം തുടർന്ന് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ അല്ലെങ്കിൽ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട വർഷം 1922 ഫെബ്രുവരി 12 കാരണം ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം രക്തം ചൊരിയാത്ത അഹിംസയിലൂടെയുള്ള ഒരു വിപ്ലവമാണ് അദ്ദേഹം കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ആളുകളെ വധിച്ചുകൊണ്ടുള്ള വിപ്ലവം ഒരിക്കലും രക്തം ചൊരിയാത്ത വിപ്ലവമായി മാറുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഗാന്ധിജിക്ക് അത് ഇഷ്ടപ്പെടാതെ വരികയും ഗാന്ധി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാനായിട്ട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. 1922 ഫെബ്രുവരി 11 നിസ്സഹരണ പ്രസ്ഥാന പ്രവർത്തനം മുഴുവനെ നിർത്തലാക്കിയത് 1922 ഫെബ്രുവരി 12 അപ്പൊ ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ പറഞ്ഞത് ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ കാരണമായി തീർന്നു. കാരണം എവിടെയോ കുറെ ആളുകള് ഇത് ബ്രിട്ടീഷുകാരെ ചുട്ടുകൊന്നു അല്ലെങ്കിൽ പോലീസുകാരെ ചുട്ടുകൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ മഹത്തായിട്ട് പ്രസ്ഥാനം എന്തിനു വേണ്ടി നിർത്തിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ഗാന്ധിജിയുടെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് തന്നെ ഈ ഒരു ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ചൗരി ചൗര സമയം ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് 1922 മാർച്ച് 10 കേട്ടോ. ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്? കാരണം നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയാണ് സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ദുരന്തം എന്ന് പ്രഖ്യാപിച്ചത്. അപ്പൊ ദേശീയ ദുരന്തം എന്ന് പ്രഖ്യാപിച്ചത് എന്താണ്? സുഭാഷ് ചന്ദ്രബോസ് നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയുടെ ആഹ്വാനമാണ് അങ്ങനെ
പറയാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. ഇനി എന്താണ് നിസ്സഹരണ പ്രസ്ഥാനം എന്ന് നോക്കാം. അടുത്തത് നിസ്സഹരണ പ്രസ്ഥാനമാണ് കേട്ടോ. 1920 മുതൽ 1922 കാലഘട്ടങ്ങളിലാണ് നിസ്സഹരണ പ്രസ്ഥാനം വരുന്നത്. 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിലാണ് ഇത് സംഭവിക്കുന്നത്. നിസ്സഹരണ പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രമേഹം മഹാത്മാഗാന്ധി അവതരിപ്പിക്കുന്നത്. 1920 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ലാലാ ലജപത് റായ് ആയിരുന്നു കേട്ടോ. അപ്പൊ ലാലാ ലജപത് റായ് ആയിരുന്നു 1920 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. നിസ്സഹരണ പ്രസ്ഥാനത്തിനെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. അപ്പൊ നിസ്സഹരണ പ്രസ്ഥാനം അംഗീകരിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ചോദിക്കുവാണെങ്കിൽ ഏതാണ്? 1920 നാഗ്പൂർ സമ്മേളനമാണെന്ന് മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. 1920 നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? വിജയരാഘവ ആചാര്യ ആയിരുന്നു 1920 നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏതാ? നിസ്സഹരണ സമര പ്രസ്ഥാനമാണ് കേട്ടോ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് ഏത്? നിസ്സഹരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹരണ പ്രസ്ഥാനം പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. 1920 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലാലാ ലജപത് റായ് ആണ്. നിസ്സഹരണ പ്രസ്ഥാനം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. 1920 നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ വിജയരാഘവ ആചാര്യ ആയിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് ഏത്? നിസ്സഹരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ സ്വരാജ് പാർട്ടിയാണ്. നിസ്സഹരണ പ്രസ്ഥാനം വിട്ടതുണ്ടായ പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസിനുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന് ഫലമായി കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച സംഘടനയാണ് ഏത്? സ്വരാജ് പാർട്ടി. നമ്മൾ പറഞ്ഞിരുന്നു ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ നിർത്തിവെക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. അത് പല ആളുകൾക്കും വിഭിന്നമായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടായി. എന്തിനു വേണ്ടിയിട്ട് ഒരു കാര്യം കുറച്ച് കാര്യം ചെയ്തതിനെ മൊത്തമായിട്ട് ഇത്രയും വലിയൊരു ജന പിന്തുണ ഉള്ള നിസ്സഹരണ പ്രസ്ഥാനത്തെ എന്തുകൊണ്ട് നിർത്തലാക്കണം എന്ന കോൺസെപ്റ്റിലോട് കൂടി കുറെ ആളുകൾ അതിൽ നിന്ന് വിട്ടുനിന്ന് സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിക്കാൻ മുന്നോട്ട് വരികയും അങ്ങനെ സ്വരാജ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ഇമ്പോർട്ടന്റ് ആണ്. 1923 സ്വരാജ് പാർട്ടി നിലവിൽ വരാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം 1922 ഗയാ സമ്മേളനമാണ്. ഏതാണ്? 1922 ഗയാ സമ്മേളനമാണ് നമ്മുടെ സ്വരാജ് പാർട്ടി നിലവിൽ വരാൻ കാരണമായിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം. സ്വരാജ് പാർട്ടി രൂപീകരണ വർഷം 1923 ജനുവരി 1 കേട്ടോ. സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം എന്നാ? 1923 ജനുവരി 1 സ്വരാജ് പാർട്ടി രൂപീകൃതമാകുന്നത്. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ CR ദാസും മോത്തിലാൽ നെഹ്റുവാണ്. സ്വരാജ് പാർട്ടി ആരെ സ്ഥാപിച്ച? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. CR ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു. ആരാ? CR ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു. ഈ പറയുന്ന പോയിന്റുകൾ എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. PSCക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളെയാണ് സെലക്ട് ചെയ്തിട്ട് മാരത്തോൺ വീഡിയോ ഒക്കെ ചെയ്തിരിക്കുന്നത്. ഉറപ്പായിട്ടും പറയുന്ന നാളത്തെ പരീക്ഷയിൽ നിന്ന് ചോദ്യങ്ങൾ മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് CR ദാസ. ആരാണ് ആദ്യത്തെ പ്രസിഡന്റ്? CR ദാസ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു ആണ്. ആദ്യത്തെ സെക്രട്ടറി ആരാ? മോത്തിലാൽ നെഹ്റു ആണ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാ? അലഹബാദിലാണ് കേട്ടോ. എവിടെയാണ് സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്? അലഹബാദിലാണ്. അപ്പൊ സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവും സ്വരാജ് പാർട്ടി ഖിലാഫത്ത് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് CR ദാസും. ആരൊക്കെ ചേർന്ന്? സ്വരാജ് പാർട്ടിയുടെ പ്രധാന സ്ഥാപക നേതാക്കള് CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് 1923 എന്താണ്? ജനുവരി 1 സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത് എന്നുകൂടി ഓർക്കുക കേട്ടോ. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യക്ക് എന്താണ് സ്വന്തമായി ഒരു ഭരണഘടന വേണം എന്ന് പറയുന്ന ഒരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരാ? സ്വരാജ് പാർട്ടിയാണ് കേട്ടോ. നെക്സ്റ്റ് ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടന ആത്മാവായി വിശേഷിപ്പിക്കപ്പെടുന്നതാണ് എന്ത്? ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായി വിശേഷിപ്പിക്കപ്പെടുന്ന ആമുഖമാണ്. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന എവിടെന്നാ? അമേരിക്കയിൽ നിന്നാ. എവിടെന്നാ? അമേരിക്കയിൽ നിന്നാണ് ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്ന ആമുഖമാ. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് എന്താ? ആമുഖമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സ്വാഹോദര്യം, നീതി എന്നിവയാണ് ഇന്ത്യൻ ഭരണയുടെ ലക്ഷ്യമെന്ന് ആമുഖത്തിൽ അനുശാസിക്കുന്നു. ആമുഖത്തിൽ അപ്പൊ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യമെന്ന് ആമുഖത്തിൽ പറയുന്നുണ്ട്. ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. ആമുഖത്തിലെ സാഹോദര്യം എന്ന് പറയുന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാ? BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് എന്നാ? 1950 ജനുവരി 26
1946 ഡിസംബർ 11 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടന ആമുഖമായി മാറിയത്. അപ്പൊ ആര് അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്? നമ്മുടെ എന്താണ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച പ്രമേയമാണ്. അപ്പൊ ഇന്ത്യൻ ഭരണ ആമുഖം നിലവിൽ വന്നത് എന്നാ? ഇപ്പൊ തന്നെ പഠിച്ചേ, 1950 ജനുവരി 26 എന്നാ. 1950 ജനുവരി 26-നാണിത് നിലവിൽ വരുന്നതെന്ന് മസ്റ്റ് ആയിട്ടും ഓർത്തിരിക്കുക കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1946 ഡിസംബർ 11 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിന്റെ ശില്പി ആരാ? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഇനി ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഇന്ത്യൻ ഭരണഘടന ആമുഖമായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? 1947 ജനുവരി 22 എന്ന 1947 ജനുവരി 22-ാം തീയതി. അപ്പൊ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാ? ഇപ്പൊ തന്നെ പഠിച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. 1947 ജനുവരി 22. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാ? ഭാരതത്തിലെ ജനങ്ങളായ നാം. എന്തെന്നാ? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് ആമുഖം തുടങ്ങുന്നത് തന്നെ. ഒരേ ഒരു തവണയാണ് ഭരണഘടന ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഭരണഘടന ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒരേ ഒരു തവണയാണ് കേട്ടോ. പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് നമ്മുടെ രാജ്യം. പരമാധികാര സ്ഥിതി സമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഏക തീയതി ഏതാ? 1949 നവംബർ 26. എന്താ? 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഏക തീയതി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ നാമത്തിൽ എന്ന വാക്യത്തോടെ ആമുഖം ആരംഭിക്കുന്ന നിർദ്ദേശിച്ചത് HV കമ്മത്താണ്. ദൈവത്തിന്റെ നാമത്തിൽ എന്ന വാക്യത്തോടെ ആമുഖം ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ചത് ആരാ? HV കമ്മത്താണ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാ? വേറെ കേസിലാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് സുപ്രീം കോടതി വിധിച്ചത് കേശവാനന്ദ ഭാരതി കേസിലാണ് കേട്ടോ. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധി ഏത് കേസിലാ? കേശവാനന്ദ ഭാരതി കേസാണ് 1973. നിലവിൽ ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി റിട്ടുകളെ കുറിച്ച് നോക്കാം. എത്ര റിട്ടുകളാണ് മൊത്തം ഉള്ളത്? 5 റിട്ടുകൾ. ഒന്ന് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സോഷ്യേറ്റി, ക്യോ വാറന്റോ എന്നീ പ്രധാനപ്പെട്ട 5 റിട്ടുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഫസ്റ്റ് വൺ ഹേബിയസ് കോർപ്പസ് ആണ്. നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവിൽ വച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രനാക്കി കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ കാണാത്ത പോയ ആളുകളെ എന്താണ് ഹേബിയസ് കോർപ്പസ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു തരണം. നമ്മുടെ എന്താണ് ദൃശ്യം എന്ന സിനിമയിലെ ഹേബിയസ് കോർപ്പസിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നിയമവിരുദ്ധമോ നീതിരഹിതമായി തടവിൽ വെച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രമാക്കി കോടതി മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക. എന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത്? ശരീരം ഹാജരാക്കുക. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പരാമർശിക്കപ്പെടുന്നത് 1215 ജോൺ രണ്ടാമൻ റണ്ണിമെൻസിനെ ഒപ്പുവെച്ച മാഗ്ന കാർട്ടയിലാണ് പരാമർശിക്കപ്പെടുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നാണ് എന്തറിയപ്പെടുന്നത്? ഹേബിയസ് കോർപ്പസ് അറിയപ്പെടുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ് വൺ മാൻഡമസ് ആണ് കേട്ടോ. ഒരു വ്യക്തിയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ട്. ഒരു വ്യക്തിയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ടമാണ് എന്ത്? മാൻഡമസ് എന്ന് പറയുന്നത്. മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നാം കൽപ്പിക്കുന്നു. എന്താണ്? നാം കൽപ്പിക്കുന്നു എന്നാണ് മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം. സ്വകാര്യ വ്യക്തിക്കെതിരെ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കില്ല. സ്വകാര്യ വ്യക്തിക്കെതിരെ ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല? മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കില്ല. എന്താണ് ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം എന്തായിരുന്നു? ശരീരം ഹാജരാക്കുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ ഏതാ? ഹേബിയസ് കോർപ്പസ് ആണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഒരു വ്യക്തിയെ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ട് ഏതാ? മാൻഡമസ് ആണ്. നാം കൽപ്പിക്കുന്നു എന്നാണ് മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം. സ്വകാര്യ വ്യക്തികളെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കില്ല. മറ്റൊന്ന് പ്രൊഹിബിഷൻ ആണ്. ഒരു കീഴ്ക്കോടതി അധികാര അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾ എതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്ന റിട്ടാണ് ഇത്?
പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു കീഴ്ക്കോടതി അധികാര അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ എന്താണ് പ്രാഥമികമായി തടയുന്ന റിട്ടാണ് ഏത് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഒരു ഉന്നത നീതിപീഠത്തിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന കേസുകൾ ആ സമയം ഏതെങ്കിലും കീഴ്ക്കോടതി പരിഗണിച്ചാൽ ആ കേസ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രൊഹിബിഷൻ പ്രവർത്തിപ്പിക്കാനായിട്ട് മേൽക്കോടതിക്ക് ഉത്തരവ് നൽകാൻ കഴിയും. അതിനാ പ്രൊഹിബിഷൻ റിട്ടുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു ഉന്നത നീതിപീഠത്തിന്റെ പരിഗണനയിരിക്കുന്ന കേസുകൾ ആ സമയം ഏതെങ്കിലും കീഴ്ക്കോടതി പരിഗണിച്ചാൽ ആ കേസ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എന്താണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന ഇത് മേൽക്കോടതിക്ക് ഉത്തരവ് നൽകാനായിട്ട് സാധിക്കും. കീഴ്ക്കോടതിക്കെതിരായോ അല്ലെങ്കിൽ കോടതിയിൽ ബന്ധപ്പെട്ട അധികാരങ്ങൾക്കെതിരായോ ആയിരിക്കും സാധാരണയായിട്ട് ഈ റിട്ട് പുറപ്പെടുവിക്കുക. അപ്പൊ എവിടെയായിരിക്കും റിട്ട് പുറപ്പെടുവിക്കുക? കീഴ്ക്കോടതിക്കെതിരായോ അല്ലെങ്കിൽ കോടതിയിൽ ബന്ധപ്പെട്ട അധികാരങ്ങൾക്കെതിരായിട്ടായിരിക്കും ഈ റിട്ട് പുറപ്പെടുവിക്കുന്നത്. ജുഡീഷ്യൽ കോസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കുന്നത് പ്രൊഹിബിഷൻ ആണ് കേട്ടോ. മറ്റൊന്ന് സെർഷ്യേറ്റി ആണ്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് ഏത് സെർഷ്യേറ്റി എന്ന് പറയുന്നത്. സാക്ഷ്യപ്പെടുത്തുക, പൂർണ്ണ വിവരം നൽകുക എന്നൊക്കെയാണ് സെർഷ്യേറ്റിയുടെ വാക്കിന്റെ അർത്ഥം. മേൽക്കോടതിയുടെ വിലയിരുത്തലിനായി കീഴ്ക്കോടതി പരിഗണനയിലിരിക്കുന്ന കേസിന്റെ നടപടി രേഖകൾ വിളിച്ചു വരുത്തുന്നതിനാൽ സെർഷ്യേറ്റി റിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ മേൽക്കോടതി വിലയിരുത്തുന്നതിനായി കീഴ്ക്കോടതി പരിഗണിച്ചിരിക്കുന്ന കേസിന്റെ നടപടി രേഖകൾ വിളിച്ചു വരുത്തുന്നതിനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ സെർഷ്യേറ്റി റിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ കോ വാറന്റോ ആണ് കേട്ടോ. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്ന തടയുന്ന റിട്ട്. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്ന തടയുന്ന റിട്ടാണ് ഏത് കോ വാറന്റോ എന്ന് പറയുന്നത്. പൊതു താല്പര്യ സംരക്ഷണാർത്ഥം ഏതൊരു ഇന്ത്യൻ പൗരനും റിട്ടിലൂടെ ഹർജികൾ സമർപ്പിക്കാവുന്നതാണ്. അത് ശരിയാണെന്ന് കോടതിക്ക് ബോധ്യമായാൽ പ്രസ്തുത വ്യക്തിയെ നീക്കം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഉയർന്ന കോടതിക്ക് അധികാരമുണ്ട്. അപ്പോ പൊതു താല്പര്യ സംരക്ഷണാർത്ഥം എന്താണ് കോ വാറന്റോ റിട്ട് നമുക്ക് എന്താണ് ഇന്ത്യൻ പൗരനും റിട്ടിലൂടെ ഹർജികൾ സമർപ്പിക്കാവുന്നതാണ്. ഇത് ശരിയാണെന്ന് കോടതിക്ക് ബോധ്യമായാൽ പ്രസ്തുത വ്യക്തിയെ നീക്കം ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഉയർന്ന കോടതിക്ക് അധികാരമുണ്ടായിരിക്കും. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിട്ടാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട റിട്ടാണ് ഇത് കോ വാറന്റോ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ കുറിച്ച് നോക്കാം കേട്ടോ. ഇന്ത്യയെ പ്രധാനമായും 5 ഭൂമിശാസ്ത്ര മേഖലകളായി നമുക്ക് തരംതിരിക്കാം. ഏതൊക്കെയാണത്? ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലം, ദ്വീപുകൾ. അപ്പൊ ഇന്ത്യയെ പ്രധാനമായിട്ടും 5 ഭൂമിശാസ്ത്ര മേഖലകൾ തരംതിരിക്കും. ഏതൊക്കെ വരും? ഉത്തര പർവ്വത മേഖല വരും, ഉത്തര മഹാസമതലം വരും, ഉപദ്വീപീയ പീഠഭൂമി വരും, തീരസമതലം വരും, ദ്വീപുകൾ വരും. ഫസ്റ്റ് വൺ ഉത്തര പർവ്വത മേഖലയാണ്. കാശ്മീർ വടക്കു പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്ക് അതിർത്തി വരെയുള്ള പർവ്വതനിരകളെ ഉത്തര പർവ്വത മേഖല എന്ന് വിളിക്കുന്നു. അപ്പൊ ഉത്തര പർവ്വത മേഖല എന്ന് പറഞ്ഞ എന്താ? കാശ്മീരിന് വടക്കു പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെയുള്ള പർവ്വതനിരകളെയാണ് ഉത്തര പർവ്വത മേഖല എന്ന് വിളിക്കുന്നത്. അപ്പൊ ഉത്തര പർവ്വത മേഖല നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ 3ആയിട്ട് എന്ത് തരംതിരിക്കാം? ഉത്തര പർവ്വത മേഖലയെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ സാധിക്കും. ഉത്തര പർവ്വത മേഖലയെ പ്രധാനമായിട്ടുള്ള പർവ്വതം ചോദിക്കുകയാണെങ്കിൽ ഹിമാലയമാണ് കേട്ടോ. ഉത്തര പർവ്വത മേഖലയിലെ പ്രധാനപ്പെട്ട പർവ്വതം ഏതാ? ഹിമാലയമാണ്. അപ്പോ നമ്മുടെ എന്താണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര മേഖല എത്ര തരംതിരിക്കാം? ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലം, ദ്വീപുകൾ എന്നിങ്ങനെ പലതായിട്ട് തരംതിരിക്കാം. ഇനി ഉത്തര പർവ്വത മേഖലയെ കുറിച്ച് നോക്കാം. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ട്രാൻസ് ഹിമാലയത്തിൽ ഏതൊക്കെ വരും? കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവയാണ് ട്രാൻസ് ഹിമാലയത്തില് വരിക. ഇനി ഹിമാലയത്തിലോ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവയാണ് ഇതിനകത്ത് വരുന്നത് ഹിമാലയത്തില് വരുന്നത് എന്ന് കൂടി ഓർക്കുക. ഇനി പൽഗൈബും, നാഗാ കുന്നുകൾ, മിസോ കുന്നുകൾ, ഗാസി, ജയന്തിയ കുന്നുകൾ ഒക്കെയാണ് എന്ത് വരിക? കിഴക്കൻ മലനിരകളിൽ വരിക. അപ്പൊ ട്രാൻസ് ഹിമാലയം, ഹിമാലയം മസ്റ്റ് ആയിട്ടും പഠിക്കുക കേട്ടോ. കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയത്തിലോ? ഹിമാദ്രി, ഹിമാചല്, സിവാലിക്. ട്രാൻസ് ഹിമാലയത്തെ കുറിച്ച് നോക്കുവാണെങ്കിൽ കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണ് ഏത്? ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയം എന്ന് പറഞ്ഞ ഏതൊക്കെയാ? കാരക്കോറും, ലഡാക്കും, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം വരുന്നത്. 6000 മീറ്റർ ആണ് ട്രാൻസ് ഹിമാലയത്തിന്റെ ഉയരം വരിക. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാ? മൗണ്ട് കേറ്റു ആണ് അല്ലെ. മൗണ്ട് കേറ്റു ആണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി. മൗണ്ട് കേറ്റുവിനെയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് വിളിക്കുന്നത്. മൗണ്ട് കേറ്റു എവിടെ സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറം. കാരക്കോറത്താണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് കേറ്റിന്റെ ഉയരം എത്രയാ? 8661 മീറ്റർ. എത്രയാ? 8661 മീറ്റർ. അപ്പൊ ട്രാൻസ് ഹിമാലയ ശരാശരി ഉയരം 6000 മീറ്റർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് കേറ്റു ആണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്നു. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറമാണ്. മൗണ്ട് കേറ്റുവിന്റെ ഉയരം 8661 മീറ്റർ ആണ്. നെക്സ്റ്റ് വൺ ഹിമാലയമാണ്.
ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിൽ പടിഞ്ഞാറ്, വടക്കു പടിഞ്ഞാറൻ തെക്കു കിഴക്ക് പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഏത്? ഹിമാലയം. ഹിമാലയം പർവ്വതനിരയുടെ ഏകദേശ നീളം 2400 കിലോമീറ്റർ. എത്രയാ? 2400 കിലോമീറ്റർ. കാശ്മീർ പ്രദേശത്ത് ഏകദേശം 400 കിലോമീറ്റർ വീതിയുള്ള ഉത്തര പർവ്വതനിരക്കും അരുണാചൽ പ്രദേശിന് വീതി ഏകദേശം എത്രയാ? 150 കിലോമീറ്ററുമാണ്. ഉത്തരപർവ്വതനിരയുടെ ഏകദേശ വിസ്തൃതി 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആയിട്ട് വരും. ഉയരം കൂടി ഹിമാലയ ഭാഗം ഏതാ? ഹിമാദ്രിയാണ്. ഹിമാദ്രിയുടെ ശരാശരി ഉയരം എത്രയാ? 6000 മീറ്റർ. എത്രയാണ് ഹിമാദ്രിയുടെ ശരാശരി ഉയരം വരിക? ഇപ്പൊ തന്നെ പഠിച്ചോളണം. 6000 മീറ്റർ. ഏറ്റവും ഉയരം കൂടി ഹിമാലയ ഭാഗമാണ് ഏത്? ഹിമാദ്രി എന്ന് വിളിക്കുന്നത്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ ഏതൊക്കെയാ? ഒന്ന് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി, അതുപോലെ നംഗപർവ്വതം എന്നിവയൊക്കെയാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള കൊടുമുടികൾ. ഗംഗ യമുന നദികളുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ഹിമാദ്രി മേഖലയാണ് കേട്ടോ. ഗംഗ യമുന നദികളുടെ ഉത്ഭവസ്ഥാനം ഹിമാദ്രി മേഖലയാണ്. നെക്സ്റ്റ് വൺ ഹിമാചലാണ്. ഹിമാദ്രിയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഷിംല, ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ ഭാഗമാണ്. ഹിമാചലിന്റെ ഉയരം 3000 മീറ്റർ ആണ്. എത്രയാണ്? 3000 മീറ്റർ ആണ്. നെക്സ്റ്റ് വൺ സിവാലിക് ആണ്. ഹിമാചലിന്റെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. സിവാലിക്കിന്റെ ശരാശരി ഉയരം 1220 മീറ്റർ. എത്രയാ? 1220 മീറ്റർ. ഹിമാലയൻ നദികളിൽ ഈ മേഖലയെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നതിന് പലയിടത്തും സിവാലിക്കിന്റെ തുടർച്ച നഷ്ടപ്പെടുന്നുണ്ട്. നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളാണ് ഡൂണുകൾ കാണപ്പെടുന്നത്. നീളമേറിയതും വിസ്തൃതമായ താഴ്വരകളാണ് ഏത്? ഡൂണുകൾ കാണപ്പെടുന്നത്. ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ ഡെറാഡൂൺ ആണ് അല്ലെ. അപ്പൊ ഹിമാചലിന്റെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സിവാലിക്കിന്റെ ഉയരം എത്രയാ? 1220 മീറ്റർ ആണ്. ഹിമാലയ നദികൾ ഈ മേഖല ചുറ്റിക്കൊണ്ട് പലയിടത്തും സിവാലിക്കിന്റെ തുടർച്ച നഷ്ടപ്പെടാറുമുണ്ട്. ഇനി എവറസ്റ്റ് കൊടുമുടിയാണ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? എവറസ്റ്റ് കൊടുമുടിയാണ്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാലയമാണ്. ഹിമാലയത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാ? നേപ്പാൾ ആണ് കേട്ടോ. ഏതാണ്? നേപ്പാൾ ആണ്. എവറസ്റ്റ് കൊടുമുടി ഉയരം 8848 മീറ്റർ. 8848 എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. എവറസ്റ്റ് കൊടുമുടി നീളം എത്രയാ? 8848 മീറ്റർ ആണ്. ഇനി ഹിമാലയൻ നദികളെ കുറിച്ച് നമുക്ക് നോക്കാം. നമുക്കറിയാം ഇന്ത്യയില് ഹിമാലയൻ നദികളുണ്ട്, ഉപദ്വീപീയ നദികളുമുണ്ട് അല്ലെ. അപ്പൊ ഹിമാലയ നദികൾ ഏതൊക്കെയാ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് ഹിമാലയൻ നദികൾ. ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് ഹിമാലയ നദികളായിട്ട് വരിക. ഉത്ഭവസ്ഥാനം എവിടെയാ? ടിബറ്റിലെ മാനസരോവർ തടാകം. എവിടെന്നാ സിന്ധു ഉത്ഭവിക്കുന്നേ? ടിബറ്റിലെ മാനസരോവർ തടാകം. നീളം എത്രയാ? 2900 കിലോമീറ്റർ ആണ്. 709 കിലോമീറ്റർ ഇത് ഇന്ത്യയിലൂടെ ഒഴുകുന്നുണ്ട്. പോഷണനദികൾ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഏതൊക്കെയാണ് സിന്ധുവിന്റെ പോഷണനദികള്? ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ് സിന്ധുവിന്റെ പോഷക നദികൾ. ഒഴുകുന്ന സംസ്ഥാനം ഏതൊക്കെയാ? ജമ്മു കാശ്മീറും ലഡാക്കും. എവിടെ എത്തിച്ചേരുന്നേ? അറബിക്കടലിലാണ് പതിക്കുന്നത്. ഇനി ഗംഗ എവിടെയാ? ഗംഗോത്രി ഹിമാനിയിലെ ഗോമു ഗുഹ. ഗംഗോത്രി ഹിമാനിയിലെ ഗോമു ഗുഹയിൽ നിന്നാണ് ഉത്ഭവസ്ഥാനം. 2500 കിലോമീറ്റർ ആണ് ഒഴുകുന്നത്. യമുന, സോൺ, ഗാദ്ര, ഗോസി, എന്താണ് ഗണ്ഡക്, ഗോമതി എന്നിവയാണ് പോഷക നദികൾ. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളോട് ഒഴുകുന്നു. ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കുന്നു. ബ്രഹ്മപുത്ര ടിബറ്റിലെ ചെമയുങ് തുങ് ഹിമാനി. എവിടെയാണ്? ടിബറ്റിലെ ചെമയുങ് തുങ് ഹിമാനി. 2900 കിലോമീറ്റർ, 725 കിലോമീറ്റർ ഇന്ത്യയിലൂടെ ഒഴുകുന്നു. ടീസ്ത, മാനസ്, സുബാൻസിരി, ലോഹിത് എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ആസാം, അരുണാചൽ പ്രദേശിലൂടെ ഒഴുകുന്നു. ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കുന്നു. അപ്പൊ ഹിമാലയ നദികൾ ഏതൊക്കെയാ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു എവിടുന്ന? ഇപ്പൊ തന്നെ പഠിച്ചോളാം. ടിബറ്റിലെ മാനസരോവറിൽ നിന്ന്. ഗംഗ എവിടുന്ന? ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്ന്. ബ്രഹ്മപുത്ര എവിടെയാ? ടിബറ്റിലെ ചെമയുങ് തുങ് ഹിമാനിയിൽ നിന്ന്. പോഷക നദികൾ മസ്റ്റായിട്ട് പഠിക്കണം കേട്ടോ. ഏതൊക്കെ? സിന്ധുവിന്റെ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഗംഗയുടെയോ? യമുന, സോൺ, ഗാഗ്ര, കോസി, ഗണ്ഡക്, ഗോമതി. ബ്രഹ്മപുത്രയുടെ ടീസ്ത, മാനസ്, സുബൻസിരി, ലോഹിത് എന്നിവയാണ് ബ്രഹ്മപുത്രയുടെ നദികൾ. അപ്പൊ സിന്ധു ഏതാ? അറബിക്കടലിൽ പതിക്കുന്നു. ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഇനി നമുക്ക് ഉപദ്വീപീയ നദികൾ നോക്കാം. ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാ? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവയാണ് എന്ത് ചെയ്യുന്നത്? ഉപദ്വീപീയ നദികൾ. മഹാനദി എവിടെന്നാ ഉത്ഭവിക്കുന്നേ? മൈക്കല നിര. മൈക്കല നിരകൾ എവിടെയാ? മധ്യപ്രദേശിലെ മൈക്കല നിരകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. മഹാനദി ഉത്ഭവിക്കുന്നത് കേട്ടോ. നീളം 857 കിലോമീറ്റർ ആണ്. എത്രയാണ്? 857 കിലോമീറ്റർ. പോഷക നദികൾ ഇബ്ബ്, തെല്ല്, ഷിയോനാഥ്, മാൻഡ്, ഓങ്ക് എന്നിവയാണ് പോഷക നദികൾ വരുന്നത്. ഒഴുകുന്ന സംസ്ഥാനം മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നിവിടങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. എത്തിച്ചേരുന്ന സമുദ്രം
ബംഗാൾ ഉൾക്കടലിലാണ് കേട്ടോ. ഇനി ഗോദാവരി ത്രയംബകേശ്വർ നാസിക്. ത്രയംബകേശ്വർ നാസിക് എവിടെയത്? മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ടമാണ് കേട്ടോ. 1465 കിലോമീറ്റർ ആണ് ഒഴുകുന്നത്. ഇന്ദ്രാവതി, ശബരി, മഞ്ചീര, പെൺഗംഗ, വർധ എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷകനദികള്. മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഛത്തീസ്ഗഡ് എന്നിവർ ഒഴുകുന്നു. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. കൃഷ്ണ മഹാബലേശ്വരാണ്. കൃഷ്ണന് നല്ല ബലം ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക. കൃഷ്ണന് നല്ല ബലം ഉണ്ടായിരുന്നു. മഹാബലേശ്വർ മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ടം. ഉത്ഭവിക്കുന്നത് 1400 കിലോമീറ്റർ ആണ്. തുംഗഭദ്ര, ഭീമ, കൊയ്യന, മൂസി, മാലപ്രഭ, ഘടപ്രഭ എന്നിവരെയാണ് പ്രധാനപ്പെട്ട പോഷക നദികള്. മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശിലൂടെ ഒഴുകുന്നു. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. നെക്സ്റ്റ് വൺ കാവേരിയാണ്. ബ്രഹ്മഗിരി, കർണാടകയിലെ ബ്രഹ്മഗിരിയിലാണ് ഉത്ഭവസ്ഥാനം. 800 കിലോമീറ്റർ ആണ്. കബനി, അമരാവതിയിൽ ആണ് പോഷക നദികള്. കർണാടക, തമിഴ്നാടിലൂടെ ഒഴുകുന്നു. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. നെക്സ്റ്റ് വൺ നർമ്മദ, മൈക്കല നിരകൾ. മധ്യപ്രദേശിലെ മൈക്കല നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 1312 കിലോമീറ്റർ ഒഴുകുന്നു. ഹിരൺ, ബഞ്ചൻ, കോലാർ എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികള്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഛത്തീസ്ഗഡ് എന്നിവയിലൂടെ ഒഴുകുന്നു. അറബിക്കടലിൽ പതിക്കുന്നു. താപ്തി, മുന്തായ് പീഠഭൂമി. മധ്യപ്രദേശിലെ മൈത്തൂൽ ജില്ലയിലെ മുന്തായ് പീഠഭൂമിയിലൂടെ ഉത്ഭവിക്കുന്നു. 724 കിലോമീറ്റർ മൊത്തം ഒഴുക്ക്. അരുണാവതി, ഗഞ്ചൽ, ഗീർണ, ആനാർ എന്നിവ പോഷക നദികൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. അപ്പൊ നിങ്ങളെ മസ്റ്റ് ആയിട്ട് എന്ത് പഠിച്ചിരിക്കണം? മഹാനദി, അതുപോലെ ഗോദാവരി എല്ലാത്തിന്റെയും പോഷക നദികൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇബ്ബ, ടെല്ല്, ഷിയോനാഥ്, മാൻഡ്, ഓങ്ക് മഹാനദിയുടെ, ഗോദാവരിയുടെ ഇന്ദ്രാവതി, ശബരി, മഞ്ചീര, പെൺഗംഗ, വർധ, ഗോദാവരി, കൃഷ്ണ, തുംഗഭദ്ര, ഭീമ, കൊയ്യന, മൂസി, മാലപ്രഭ, ഘടപ്രഭ, കൃഷ്ണ, കാവേരി, കബനി, അമരാവതി, നർമ്മദ, ഹിരൺ, ബെഞ്ചൻ, കോലാർ, താപ്തി, അരുണാവതി, ഗഞ്ചൽ, ഗീർണ, ആനാർ എന്നിവയൊക്കെ താപ്തിയുടെ പോഷക നദികളാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ പിന്നെ എത്തിച്ചേരുന്ന സമുദ്രമാണ്. അതുപോലെ തന്നെ സമുദ്രം, എത്തിച്ചേരുന്ന സമുദ്രം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മഹാനദിയും അതുപോലെ തന്നെ ഉപദ്വീപ് നദികളും, അതായത് ഹിമാലയൻ നദികളും ഉപദ്വീപ് നദികളും എത്തിച്ചേരുന്നത് എവിടെ കടലിലാണ് പതിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഞാൻ പെട്ടെന്ന് ഒരു ക്ലൂ പറയാം. ആ ക്ലൂ നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ അത് കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കിട്ടും. വേറൊന്നുമല്ല, ഈ കഥയൊന്നും നിങ്ങൾ ഓർക്കുക. സിന്ധു ചേച്ചിക്ക് നർമ്മത്തി സംസാരിക്കാൻ അറിയാം, എല്ലാവരെയും താത്തിക്കെട്ടി സംസാരിക്കാൻ അറിയാം. സിന്ധു ചേച്ചി കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു അറബിയാണ് കേട്ടോ. അപ്പൊ സിന്ധു ചേച്ചിക്ക് എല്ലാവരെയും, അല്ലെങ്കിൽ സിന്ധുവിന് എല്ലാവരെയും എല്ലാവരോടും നർമ്മത്തി സംസാരിക്കാൻ അറിയാം, എല്ലാവരെയും താത്തിക്കെട്ടി സംസാരിക്കാനും അറിയാം. സിന്ധു കല്യാണം കഴിച്ചിരിക്കുന്നത് ആരെയാണ്? അറബിയാണ്. സിന്ധു നർമ്മത്തി സംസാരിക്കുക, രസകരമായിട്ട് സംസാരിക്കുക എന്നർത്ഥം. താത്തിക്കെട്ടി സംസാരിക്കുക, ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാം. അപ്പൊ സിന്ധു എന്ന് പറയുന്ന എന്താണ്? ഈ സിന്ധു എന്ന് പറയുന്ന ഹിമാലയൻ നദി എവിടെ പതിക്കുന്നേ? അറബിക്കടലിലാണ് സിന്ധു നദി പതിക്കുന്നത്. സിന്ധു എന്ന് പറയുന്ന വ്യക്തി സിന്ധു ചേച്ചിക്ക് നർമ്മത്തിൽ സംസാരിക്കാൻ അറിയാം. നർമ്മദ കേട്ടോ, നർമ്മത്തിൽ സംസാരിക്കാൻ അറിയാം. നർമ്മദ നദി. എല്ലാവരും താത്തിക്കെട്ടി സംസാരിക്കാൻ അറിയാം. താപ്തി നദി. അപ്പൊ സിന്ധു കല്യാണം കഴിച്ചിരിക്കുന്ന എവിടെയാ? അറബിയാണ്. അപ്പൊ നോക്കിക്കേ, നർമ്മദയും താപ്തിയും ഒക്കെ പതിക്കുന്ന എവിടെയാ? അപ്പൊ സിന്ധു, നർമ്മദ, താപ്തി നദികൾ പതിക്കുന്നത് അറബിക്കടലിലും സിന്ധു, നർമ്മദ, താപ്തി ഒഴികെ ബാക്കി എല്ലാ ഉപദ്വീപീയ ഹിമാലയ നദികളും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലുമാണ്. അപ്പൊ ഈ ക്ലൂ ഓർത്തിരിക്കണം, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അടുത്ത് ഇരുമ്പുരുക്ക് ശാലകൾ സ്ഥിതി ചെയ്യുന്നതും സവിശേഷതയുമാണ്. ഇത് പലപ്പോഴും പ്രീവിയസ് ഇയർ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി എവിടെയാ? ജംഷഡ്പൂരില്, ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഏത്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. മറ്റൊന്ന് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. കുൾട്ടി, അതുപോലെ ബർൺപൂർ, ഹീരാപൂർ പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൊതുമേഖല ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വീരേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്കേഴ്സ് ലിമിറ്റഡ്, ഭദ്രാവതിയാണ്, കർണാടക ജില്ലയിലെ ഭദ്രാവതി. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ദുർഗാണ് ഛത്തീസ്ഗഡിലെ. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടുകൂടി സ്ഥാപിതമായി. റുക്കേല സ്റ്റീൽ പ്ലാന്റ് സുന്ദർഗഡ് ആണ് ഒഡീഷയിലെ. 1959 ജർമ്മനിയുടെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സ്ഥാപിച്ചു. ഇനി ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ദുർഗാപൂരിലാണ് പശ്ചിമ ബംഗാളില്. 1962 UK സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചു. ഇനി ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ബൊക്കാറോയിലാണ് ജാർഖണ്ഡില്. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചു. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പലതവണ ചോദിച്ചിട്ടുണ്ട്. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയുടെ പ്രത്യേകത എന്താ? ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ജംഷഡ്പൂരിൽ, ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കുർട്ടി, ബർണപ്പൂർ, ഹീരാപൂർ പശ്ചിമ ബംഗാളിലെ പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. വീരേശ്വര അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി
ഭദ്രാവതി, കർണാടകയിലെ ഭദ്രാവതി സ്ഥിതി ചെയ്യുന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ്. ദുർഗാണ് ഛത്തീസ്ഗഡിലെ ദുർഗ് 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. റുക്കേല സ്റ്റീൽ പ്ലാന്റ് സുന്ദർഗഡ് ആണ് ഒഡീഷയിലെ 1950 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ദുർഗാപൂർ ആണ് പശ്ചിമ ബംഗാളിലെ 1962 UK സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. ബെക്കാറോ സ്റ്റീൽ പ്ലാന്റ് ബെക്കാറിലാണ് ജാർഖണ്ഡിലെ 64 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചു. ഇനി പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും നോക്കാം. വൈകുണ്ഠസ്വാമിയുടെ ആണ് എന്ത്? സമത്വ സമാജം. വൈകുണ്ഠസ്വാമിയുടെ ആണ് സമത്വ സമാജം. ചട്ടമ്പി സ്വാമിയുടെ കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്കും മരുമക്കത്തായത്തിനും പോരാടി. ശ്രീനാരായണ ഗുരു SNDP, ചാവറയച്ചൻ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം ആരുടെയാ? അയ്യങ്കാളിയുടെ. വക്കം മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം. മന്നത്തു പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. വേണം ചേരുംപടി ചേർക്കാൻ ചോദിക്കാട്ടോ. നോക്കിക്കേ, ഏതാ? വൈകുണ്ഠസ്വാമി ഇപ്പൊ തന്നെ പഠിച്ചേ, സമത്വ സമാജം. ചട്ടമ്പി സ്വാമിയോ കൂട്ടുകുടുംബ വ്യവസ്ഥ, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. ശ്രീനാരായണ ഗുരു SNDP, ചാവറയച്ചൻ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. വക്കം മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം. മന്നത്തു പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഇനി ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കള്. വസന്തകാലം എന്ന് മുതൽ എന്ന് വരെയാ? മാർച്ച് മുതൽ ഏപ്രിൽ വരെ. ഗ്രീഷ്മകാലോ മെയ് മുതൽ ജൂൺ വരെ. വർഷകാലോ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ. ശരത്കാലോ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഹേമന്തകാലം നവംബർ മുതൽ ഡിസംബർ വരെ. ശിശിരകാലം ജനുവരി മുതൽ ഫെബ്രുവരി വരെ കേട്ടോ. വസന്തകാലം മാർച്ച് ടു ഏപ്രിൽ. ഗ്രീഷ്മകാലം മെയ് ടു ജൂൺ. വർഷകാലം ജൂലൈ ടു ഓഗസ്റ്റ്. ശരത്കാലം സെപ്റ്റംബർ ടു ഒക്ടോബർ. ഹേമന്തകാലം നവംബർ ടു ഡിസംബർ. ശിശിരകാലം ജനുവരി ടു ഫെബ്രുവരി. ഇനി മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഭൂമധ്യരേഖ ഉത്തരായന രേഖയിലേക്ക്. ഉത്തരാർദ്ധഗോളത്തിൽ എന്ത് സംഭവിക്കുന്നു? വസന്തം. ദക്ഷിണാർദ്ധഗോളത്തിലോ ഹേമന്തമായിരിക്കും. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ ഉത്തരായന രേഖയിൽ ഭൂമധ്യരേഖയ്ക്ക് ഗ്രീഷ്മം. ശൈത്യകാലം സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ. ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണേന്ത്യ രേഖയിലേക്ക് ഹേമന്തം. ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തമായിരിക്കും. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ദക്ഷിണരേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് ശൈത്യവും ദക്ഷിണാർദ്ധഗോളത്തില് ഗ്രീഷ്മവുമായിരിക്കും ഉണ്ടായിരിക്കാം. ഇനി ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? വീരേശ്വരയ്യാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? വീരേശ്വരയ്യാണ് ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത്. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാ? വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, തുല്യത. ഏതൊക്കെയാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണ ലക്ഷ്യങ്ങൾ? വളർച്ചയും ആധുനികവൽക്കരണവും സ്വാശ്രയത്വവും തുല്യതയും. സമ്പദുകളുടെ 3 മേഖല ഏതൊക്കെയാ? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളാണ് കേട്ടോ. അപ്പൊ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? വീരേശ്വരയ്യാണ്. ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥയുടെ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? പ്ലാന്റ് എക്കോണമി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന ഗ്രന്ഥം രചിച്ചത് വീരേശ്വരയ്യാണെന്ന് കൂടി ഓർക്കുക കേട്ടോ. നിയന്ത്രണ കമ്മീഷനാണ് രൂപീകൃതമായത് എന്ന 1950 മാർച്ച് 15. എന്നാണ് 1950 മാർച്ച് 15. അധ്യക്ഷൻ പ്രധാനമന്ത്രി. നെക്സ്റ്റ് വൺ നീതി ആയോഗ് ആണ് അല്ലെ. ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? നീതി ആയോഗ്. അപ്പൊ ആസൂത്രണ കമ്മീഷന് പകരമാണ് എന്ത് വന്നത്? നീതി ആയോഗ് വന്നത്. അധ്യക്ഷൻ ആരാ? പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ. നീതി ആയോഗിലെ ഭരണസമിതി അംഗങ്ങൾ ആരൊക്കെയാ? സംസ്ഥാന മുഖ്യമന്ത്രിമാര്, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണർമാര്, പ്രധാനമന്ത്രി നിയമിക്കുന്ന ഉപാധ്യക്ഷൻ, സ്ഥിര അംഗങ്ങൾ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവയൊക്കെയാണ് നീതി ആയോഗിലെ ഭരണസമിതിയിലെ അംഗങ്ങൾ. ഇനി പാർട്ട് ടൈം അംഗങ്ങൾ ആരൊക്കെയാ? പ്രധാന സർവകലാശാലയിലും ഗവേഷണ സ്ഥാപനങ്ങളിലുമുള്ള 2 വ്യക്തികളായിരിക്കും പാർട്ട് ടൈം മെമ്പേഴ്സ് ആയിട്ട് വരിക കേട്ടോ. ഇനി അനൌദ്യോഗിക അംഗങ്ങൾ ആരൊക്കെയാ? പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരായിരിക്കും അനൌദ്യോഗിക അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. ഇനി പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനം എന്താ? നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി 73ഉം 74ഉമാണ്. പാർലമെന്റ് പാസ്സാക്കിയത് 1992ലാണ്. നിലവിൽ വന്ന് 93ലാണ്. നിലവിൽ വന്ന സമയത്ത് പഞ്ചവത്സര പദ്ധതി 8ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. അപ്പോ പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനം നിലവിൽ വന്ന
പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട 8ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇനി ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? ദാദാഭായ് നവറോജിയാണ്. 1931 കറാച്ചി സമ്മേളനത്തിൽ പ്രധാന വിഷയമായിരുന്നു ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം. ചോർച്ച സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട വ്യക്തി ദാദാഭായ് നവറോജിയാണ്. 1930 ദേശീയ ആസൂത്രണ കമ്മിറ്റി നേതൃത്വം കൊടുത്ത് 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റി നേതൃത്വം നൽകിയത് ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് നേതൃത്വം നൽകിയത്. ബോംബെ പദ്ധതി രൂപം കൊണ്ട വർഷം എന്നാ? 1944 ബോംബെ പദ്ധതി രൂപം കൊള്ളുന്നത്. ജനകീയ പദ്ധതി ആവിഷ്കരിച്ച വ്യക്തി MN റോയ് ആണ് കേട്ടോ. ജനകീയ പദ്ധതി ആരംഭിച്ച ആരാ? MN റോയ് ആണ് ജനകീയ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യവസായ നയം രൂപീകരിച്ചത് 1948 സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യവസായ നയം രൂപീകരിച്ചത് എന്നാ? 1948. ഇനി നമുക്ക് പഞ്ചവത്സര പദ്ധതികൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയേക്കാം. 1ാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 2ാം പഞ്ചവത്സര പദ്ധതി 56 മുതൽ 61 വരെ വ്യവസായിക വികസനം. 3ാം പഞ്ചവത്സര പദ്ധതി 61 മുതൽ 66 വരെ സ്വയം ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. 4ാം പഞ്ചവത്സര പദ്ധതി 69 മുതൽ 74 വരെ സ്ഥിരതയോട് കൂടിയ വളർച്ചയും സ്വാശ്രയത്വവും. 5ാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 6ാം പഞ്ചവത്സര പദ്ധതി കാർഷിക വ്യവസായ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. 7ാം പഞ്ചവത്സര പദ്ധതി ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങൾ വർധനവും. 8ാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം. 9ാം പഞ്ചവത്സര പദ്ധതി ഗ്രാമീണ വികസനവും കേന്ദ്രീകൃത ആസൂത്രണവും. 10ാം പഞ്ചവത്സര പദ്ധതി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11ാം പഞ്ചവത്സര പദ്ധതി മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം. അപ്പോ 1ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖല സമഗ്ര വികസനം, 2ാം പഞ്ചവത്സര പദ്ധതി വ്യവസായിക വികസനം, 3ാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും, 4ാം പഞ്ചവത്സര പദ്ധതി സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വം, 5ാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം, 6ാം പഞ്ചവത്സര പദ്ധതി കാർഷിക വ്യവസായ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, 7ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? ആധുനിക വൽക്കരണ തൊഴിലാളികളുടെ വർധനവും. അതുപോലെ തന്നെ 8ാം പഞ്ചവത്സര പദ്ധതി മാനവ വിഭവശേഷി വികസനം, 9ാം പഞ്ചവത്സര പദ്ധതി ഗ്രാമീണ വികസനവും വികേന്ദ്രീകരണവും, 10ാം പഞ്ചവത്സര പദ്ധതി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക, 11ാം പഞ്ചവത്സര പദ്ധതി മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനം, 12ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം. അല്ലെ? അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടും എന്താണ് ഈ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കിയിരിക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്മള് ഏറെക്കുറെ ഒരുപാട് പോയിന്റുകൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പോയിന്റുകളെല്ലാം ഓർത്തിരിക്കുന്നുണ്ട്. നാളത്തെ പരീക്ഷയിൽ എന്തായാലും റിപ്പീറ്റഡ് ആയിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും PSC ക്രൗണിന്റെ വിജയാശംസകൾ. എല്ലാവരും വിജയിച്ചു വരിക. നല്ലൊരു ജോലിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഗവൺമെന്റ് സർവീസിലേക്കൊക്കെ കയറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നന്നായിട്ട് നല്ല കാമൻ കൂളായിട്ട് റിവിഷനൊക്കെ കഴിഞ്ഞ് നന്നായി ഉറങ്ങുക. നല്ല കോൺഫിഡൻസോടുകൂടി തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. സമയം എത്രമാത്രം ഉണ്ട് നിങ്ങൾക്ക് അറിയാലോ. ആ സമയം അനുസരിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുക. വെപ്രാളം പിടിക്കാതിരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക. ആ ഒരു സമയം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അധികം ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.